മുഖ്യ സെലക്ടറോട് അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച താരങ്ങൾ ഇനിയുമേറെയുണ്ട്. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ സീനിയർ താരം അജിങ്ക്യ രഹാനെയ്ക്കും അഗാർക്കറിനെതിരെ പൊട്ടിത്തെറിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ പ്രായത്തെക്കുറിച്ചല്ല, ഉദ്ദേശവും ലക്ഷ്യവുമാണ് പ്രധാനം. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള എന്നെപ്പോലെയുള്ളവർക്ക് തിരിച്ചുവരവിനുള്ള അവസരങ്ങൾ ലഭിക്കണം. ബോർഡർ ഗവസ്കർ പരമ്പരയിൽ ഞാൻ വേണമായിരുന്നു, രഹാനെ പറഞ്ഞു വെക്കുന്നുണ്ട്. 2023 ജൂണിലാണ് ഇന്ത്യയുടെ മുൻ പേസറായ അഗാർക്കറിനെ BCCI മുഖ്യ സെലക്ടറായി നിയമിക്കുന്നത്. വിപ്ലവകരമായ തീരുമാനങ്ങൾ ഏറെ എടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ചീഫ് സെലക്ടർ. അതുപോലെ ചില മണ്ടത്തരങ്ങളും. രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി 2 ഫോർമാറ്റിലും ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചതും 2020 ഹാർദിക്കിന് പകരം സൂര്യകുമാർ യാദവിനെ പ്രതിഷ്ഠിച്ചതുമടക്കം വമ്പൻ തീരുമാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അഗാർക്കർ. 2024 T20 ലോകകപ്പും 2025 ചാമ്പ്യൻസ് ട്രോഫിയും സെലക്ഷനിൽ അഗാർക്കറിന് വലിയ സ്വീകാര്യതയും നൽകി. ഇതോടെ തലമുറ മാറ്റം പരിക്കുകളില്ലാതെ ധൈര്യത്തോടെ നടത്താൻ അഗാർക്കറിനായി. കോഹ്ലിയും രോഹിത്തും അടക്കമുള്ള താരങ്ങളോട് ഡൊമസ്റ്റിക് കളിക്കാൻ ആവശ്യപ്പെട്ടതും ഡൊമസ്റ്റിക് മത്സരം കളിക്കാൻ കൂട്ടാക്കാതിരുന്ന ഇഷാൻ കിഷനെ കോൺട്രാക്ട് തന്നെ വെട്ടിയതും ധൈര്യപൂർവ്വമുള്ള ഇടപെടലായിരുന്നു. താരാരാധനയ്ക്ക് പകരം കളിമികവാണ് നോക്കുന്നതെന്ന് പറയുമ്പോഴും ഒരുപാട് ചോദ്യങ്ങളും അഗാർക്കർ നേരിടുന്നുണ്ട്. ജയ്സ്വാൾ ഉൾപ്പെടെയുള്ള താരങ്ങൾ പുറത്തിരിക്കുമ്പോഴും 2020 ഗില്ലിനെ നിരന്തരം ചുമക്കുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മികച്ച ഫോമിലുള്ള അവസരം കിട്ടുമ്പോഴെല്ലാം തിളങ്ങുന്ന ഹർഷ്ദീപിനെ വരെ വെട്ടി ഹർഷിത് റാണയെ എപ്പോഴും കളിപ്പിക്കുന്നതിനും ഉത്തരമില്ല. അതൊക്കെ പോട്ടെ, ഈ വിധം ഫോമിൽ കളിച്ചിട്ടും ഷമിക്കും കരുണിനും ഇനിയൊരു അവസരമില്ലെന്ന് തോന്നിക്കും വിധം വെട്ടുന്നത് ന്യായീകരിക്കാനാവില്ല. പറഞ്ഞിട്ടും കാര്യമില്ല. വിരമിക്കൽ മത്സരം പോലുമില്ലാതെ അപ്രത്യക്ഷരായ ഇതിഹാസങ്ങൾ തന്നെ ഏറെയുണ്ട് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ.